മേജർ രവി, ഇപ്പോൾ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു ഇന്നലെ. ഇന്ത്യൻ സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടായതിനു ശേഷം, ഇന്ത്യൻ സേനയുടെ സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടായതിനു ശേഷം നമ്മൾ വളരെ അക്യുറേറ്റായി എവിടെയൊക്കെയാണ് ആക്രമണം നടത്തിയത്, എന്താണ് ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള സവിശേഷതകളെന്ന് ചിത്രങ്ങൾ സഹിതം വ്യക്തമാക്കിക്കൊണ്ടാണ് പോയത്. ചില വീഡിയോ ക്ലിപ്പുകളും റീലുകളും ഒക്കെ വെച്ചുകൊണ്ടാണ് ഇന്നലെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായത്. എത്രത്തോളം വലിയ തിരിച്ചടിക്കൊടുവിലാണ് അടിയറവ് പറയാനുള്ള തീരുമാനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നതുകൂടി വ്യക്തമാക്കുന്നുണ്ട് ഇന്നും സേന നടത്തിയ വാർത്താ സമ്മേളനത്തിനൊടുവിൽ. ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാനിരിക്കുകയാണ്. ഇപ്പോഴും ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷവും രാജ്യം സർവശക്തമാണ് എന്നൊരു പ്രഖ്യാപനമാണോ നമ്മൾ കാത്തിരിക്കുന്നത്? അത് ഇന്നലെ തന്നെ അത് 3 ആർമി നേവി എയർഫോഴ്സ് സീനിയർ ലെവൽ പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ അവർ ദേ ഡിഡ് എ ബ്രീഫിംഗ് ടു ദ കൺട്രി. പത്രസമ്മേളനം അല്ലായിരുന്നു, എന്തൊക്കെയാണ് നടന്നത് കൃത്യമായിട്ടുള്ള വിത്ത് പ്രൂഫോടുകൂടി നമ്മൾ എന്തെല്ലാം ആക്രമിച്ചു, എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം നാശനഷ്ടങ്ങൾ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് സീനിയർ ലെവൽ ഓഫീസേഴ്സാണ് വന്നിരുന്ന് കംപ്ലീറ്റ് ബ്രീഫിംഗ് കൊടുത്തത്. എന്നിട്ട് അവർ ലാസ്റ്റ് ഒരു ചോദ്യം ആരോ ചോദിച്ചതിൻ്റെ ചോദ്യത്തിന് അവർ പറഞ്ഞു, നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള ഡിസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് വി ആർ സ്റ്റിൽ അനലൈസിങ്. പക്ഷേ നമുക്ക് ഒരു എയർക്രാഫ്റ്റുകളോ അതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ച സമയത്ത് ഈ യുദ്ധസമാനമായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഒരു എയർക്രാഫ്റ്റ് ക്രാഷ് ആയിട്ടുണ്ട്. അതൊരു ട്രെയിനിങ് എയർക്രാഫ്റ്റ് MiG-29 ആണ്. അത് ബറ്റിൻഡ സൈഡിൽ ക്രാഷ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് അവർ പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് വി വിൽ ബി ഗിവിങ് എ പ്രോപ്പർ ഡീറ്റെയിൽഡ് ബ്രീഫിംഗ് അബൌട്ട് ദ എയർക്രാഫ്റ്റ്സ്. ബട്ട് വിച്ചെവർ എയർക്രാഫ്റ്റ്, ഏതെല്ലാം എയർക്രാഫ്റ്റുകൾ ഇതിന് വേണ്ടിയിട്ട് പ്രതിരോധത്തിന് വേണ്ടിയിട്ട് പൊങ്ങിയിട്ടുണ്ടോ അതുപോലെ പൊങ്ങി ആക്രമണം നടത്തി തിരിച്ച് സേഫായി വന്ന് എയർബേസുകളിൽ വന്നിരിക്കുന്നു. അവരുടെ പൈലറ്റുകളും സേഫാണെന്നുള്ളത് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നലെ രാത്രി, ദാറ്റ് ഈസ് ഇന്നലെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ രാത്രിയിലത്തെ കാര്യമാണ് പറഞ്ഞത്. ഇന്നലെ രാത്രി സീസ് ഫയർ 5 മണിക്ക് നമ്മൾ ഡിക്ലറേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ അനൗൺസ് ചെയ്തതിന് ശേഷവും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ ഒരു 9 മണി 10 മണിക്ക് ഇവർ തിരിച്ച് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ചുമ്മാ ഫയറിങ് ചെയ്തു. പക്ഷേ ഇന്ത്യൻ ആർമി ഓർ ആർമഡ് ഫോഴ്സസ്, ആർമി നേവി എയർഫോഴ്സ്, നോബഡി റിറ്റാലിയേറ്റഡ്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് സമയത്തും നമ്മൾ സീസ് ഫയർ പാകിസ്ഥാനുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴാണെങ്കിലും അവർ 2 ദിവസം ഇത് പിന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതവർക്കൊരു സുഖമാണത്. കാരണം എന്ന് വെച്ചാൽ അവരൊന്ന് ജയിച്ചു എന്നുള്ളത് അവരുടെ രാജ്യത്തിനോട് കാണിക്കാൻ വേണ്ടി. സീസ് ഫയർ പറഞ്ഞിട്ടും ഞങ്ങൾ പിന്നെയും വെടിവെച്ചിട്ടുണ്ട്, സോ ഇന്ത്യ പേടിച്ചിരിക്കുകയാണെന്ന്. അപ്പോൾ ഇന്ത്യ ഏത് സമയത്തും ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു സാത്വികമായിട്ട് ഓക്കെ, പ്രശ്നമില്ല, വലിയ വൈറ്റൽ ഇൻസ്റ്റാളേഷനിലൊന്നും വന്നിട്ടില്ല. അത് ഷെല്ലിങ്ങും കുറച്ച് മോട്ടോർ ഷെല്ലിങ്ങൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ, ഇന്നലത്തെ ആ ബ്രീഫിങ്ങിനകത്ത് ആർമഡ് ഫോഴ്സസ് റെപ്രസെൻറ്റേറ്റീവ് വെരി ക്ലിയർലി സെറ്റ്, ഇന്ന് രാത്രി നിങ്ങൾ വല്ലതും ചെയ്യുകയാണ് ഇതുപോലെ തന്നെ ഇന്നലത്തെ രാത്രിത്തെ പോലെ ആണെങ്കിൽ പിന്നെ ഡോണ്ട് ആസ്ക് ഫോർ എനി കോംപ്രമൈസ്, വി വിൽ ഗോ ഇൻ ടു ദ സ്ട്രേറ്റ് വാർ മോഡ്. ആ വാർ മോഡിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾക്ക് തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നുള്ള വളരെ ശക്തമായി ക്ലിയറായിട്ട് അത് പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ പാകിസ്ഥാൻ ഏത് സമയത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ എന്തെല്ലാം സഹനശക്തി കാണിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ലാസ്റ്റിൽ ഞങ്ങൾ ജയിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ 2 വെടി പൊട്ടിക്കും. അതാണ് മിനിഞ്ഞാന്ന് രാത്രി നടന്നിട്ടുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും അവർ ഇട്ടിട്ടുണ്ട്, ഷെല്ലിങ്ങും ഷെല്ലാക്രമണം നടന്നിട്ടുണ്ട്. ബട്ട് വി ഡിഡ്ന്റ് റിറ്റാലിയേറ്റ്. ഇനിയും അമേരിക്ക കൊടുത്തപ്പം നേരത്തെ മാധു പറഞ്ഞൊരു കാര്യമുണ്ട്. അമേരിക്കയ്ക്ക് ഇൻഫർമേഷൻ കിട്ടിയതുപോലെ ന്യൂക്ലിയർ ഇൻസ്റ്റാളേഷൻ ന്യൂക്ലിയർ റാറ്റ്ലിംഗ് എന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ അമേരിക്ക എപ്പോഴും ഈ റാറ്റ്ലിംഗ് പേടിപ്പിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളിത് അപ്പം പൊട്ടിക്കുന്നുണ്ട്, അപ്പം വിടും. ഞങ്ങൾ വിട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പോയാലും വേണ്ടില്ല ലോകം മുഴുവൻ, നിങ്ങൾ പോയാലും ലോകം മുഴുവൻ തകർക്കാനുള്ള ന്യൂക്ലിയർ വാറായിട്ട് നിങ്ങളുടെ കയ്യിലില്ല. കാരണം അത് ഈ ഇത്രയും ലോകം മുഴുവൻ കിടന്ന് പറക്കണമെങ്കിൽ എത്രയെല്ലാം രാജ്യങ്ങളുടെ കൗണ്ടർ അറ്റാക്ക് നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ട് പോകാൻ. അപ്പോൾ ഈ ബുദ്ധിമോശം പറയരുത്. നിങ്ങൾ ഇവിടുന്ന് പൊങ്ങുന്ന സമയത്ത് തന്നെ കംപ്ലീറ്റ് രാഷ്ട്രങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവർ മിസൈലും റെഡി ആയിക്കൊണ്ട്. സോ ഇത് എയറിൽ എവിടെയെങ്കിലും തട്ടിപ്പോവും. അപ്പോൾ അതുപോലും വിവരമില്ലാത്ത ഇതുപോലുള്ള വിടുവായത്തരം പറയുന്ന പാകിസ്ഥാനെ നമ്മൾ ഇന്ത്യക്ക് ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യുദ്ധം തന്നെയാണത്. അവിടെ നമുക്ക് മനുഷ്യത്വം നോക്കണം, അല്ലെങ്കിൽ സ്ത്രീകളെ നോക്കണം, കുട്ടികളെ നോക്കണം, ഇല്ല. അവിടെ വന്ന് ആക്ട് ഓഫ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറിത്തിങ് ഇസ് ഫെയർ ഇൻ വാർ ആൻഡ് ലവ്. എല്ലാം അക്സെപ്റ്റബിളാണ്. എന്ത് ചതി വേണമെങ്കിൽ ചെയ്യാം, നുണ പറയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ വി ഗോട്ട് ടു വിൻ ഇറ്റ് എന്നുള്ളതാണ്. ആ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മുടെ രാജ്യം ഏത് സമയത്തും ശക്തമായി നിൽക്കുന്നുണ്ട്. ഇപ്പം പാകിസ്ഥാനടക്കം അറിയാം
ഇവിടുന്ന് വിട്ടിരുന്ന സാധനങ്ങളിലൊക്കെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് പാകിസ്ഥാൻ കണ്ടു. അതേപോലെ തന്നെ അവരുടെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ചൈന മെറ്റീരിയൽ ഇവിടുത്തെ കുട്ടികൾ പോലും ഇപ്പോൾ ചൈനയുടെ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കാറില്ല. അങ്ങനെയുള്ള സ്ഥലത്താണ് പാകിസ്ഥാൻ ഈ ചൈനയുടെ എക്യുപ്മെൻസും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ടർക്കിയുടെ എന്താണുള്ളത്, ഇതെല്ലാം സബ്സ്റ്റാൻഡേർഡ് ഐറ്റംസും വെച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അവർക്ക് റിയലൈസ് ചെയ്തു. ആ 3 ദിവസത്തിൽ അവർ മനസ്സിലാക്കി ശരിക്കും ഈ ഡിഫൻസിന് വേണ്ടി വാങ്ങിക്കുന്ന സാധനങ്ങൾ ഒരിക്കലും അതിന് മുകളിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അത് ഒരു രാജ്യവും ചെയ്യാൻ പാടില്ല. ഈ സമയത്താണ് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നതായിട്ട് ലോകരാഷ്ട്രങ്ങൾക്ക് അറിയാതെ നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റ് ഇവിടെ തുടങ്ങിയതിന് ശേഷം ഈ സമയത്ത് നമുക്ക് സത്യസന്ധമായിട്ട് ആക്ച്വൽ നമ്മുടെ എക്യുപ്മെന്റ്സ് മുഴുവൻ ആക്ച്വൽ ഗ്രൗണ്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അവസരം കൂടിയായിരുന്നു ഈ 22nd ഇന്ത്യയുടെ സായുധശേഷി എത്രത്തോളമാണ് എന്ന് വിളിച്ചു പറയുന്ന പ്രത്യാക്രമണം തന്നെയാണ് നമ്മൾ നടത്തിയത്. നമ്മളുടെ ഒരു ഡിഫൻസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് GDP-യുടെ 1.9%. ഏതാണ്ട് 6.81 ട്രില്യൺ രൂപയാണ് അവിടെ നമ്മൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം വലിയ തുകയാണ് എന്നുള്ളത് വ്യക്തമാവുന്ന ഒന്നാണ്. അത് പക്ഷേ എത്രത്തോളം സജ്ജമാക്കിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ ഇത്രയും നിരന്തരമായ ഭീഷണി ഒരു അയൽ രാജ്യത്തിൽ നിന്ന് നേരിടുന്ന സാഹചര്യത്തിൽ ഇത്ര വിപുലമായ തോതിൽ ഇത്ര ആക്രമണശേഷിയോടെ ഇത്ര പ്രഹരശേഷിയോടെ തിരിച്ചടിക്കാൻ നമുക്ക് കഴിഞ്ഞതിൻ്റെ കാരണവും അത് തന്നെയാണ് എന്നത് വ്യക്തമാക്കപ്പെടുന്നുണ്ട് ഈ ദിവസങ്ങളിലെ ചർച്ചകൾ.